ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് മേഖലയിലും ഇലക്ട്രിക്കൽ മേഖലയിലുമുള്ള ഡിപ്ലോമ, ബിടെക്, IT മുതലായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമായിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലേക്ക് ഇതിനു മുമ്പ് ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു വേക്കൻസി വിളിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. മാത്രവുമല്ല വളരെയധികം സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അതിൽ ഏതാണ്ട് 7ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് വരുമ്പോൾ ഇത്രയും വേക്കൻസികൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥാനത്തേക്കാണ് അന്ന് അത്യാവശ്യം നിയമനങ്ങൾ നടന്ന ഒരു നോട്ടിഫിക്കേഷനായിട്ട് അത് മാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 7 നമ്പരോളം വേക്കൻസി പറയുമ്പോൾ ഇനി എക്സാമിനേഷൻ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ഈ നമ്പർ വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു നല്ല ഓപ്പണിംഗ് ആണ്. നന്നായിട്ട് ഉപയോഗിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടുത്തെ കാറ്റഗറി നമ്പർ 586/2025 ഇന്നലെ ആയിരുന്നു ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇത് അപ്പോയിൻമെന്റ് വരുന്നത് ആസ് യൂഷ്വൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി എന്നുള്ളതാണ് തസ്തികയുടെ പേര്. സാലറി 26,500 തുടങ്ങി 60,700 അവസാനിക്കുന്ന അത്യാവശ്യം നല്ലൊരു പാക്കേജാണ്. 7 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രായപരിധി 18 വയസ്സിൽ തുടങ്ങി 36 വയസ്സ് വരെയാണ് പ്രായപരിധി നൽകുന്നത്. നിലവിലെ കാറ്റഗറി അനുസരിച്ച് 2/1/1989 വരെ ജനിച്ചവർക്ക്, അതായത് ആ സമയത്തിനുള്ളിൽ ജനിച്ചവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല OBC SC വിഭാഗങ്ങൾക്ക് പ്രായത്തിനളവുണ്ട്. OBCക്ക് ആസ് യൂഷ്വൽ 3 വർഷവും SC/STക്ക് 5 വർഷവുമാണ് നമുക്ക് വയസ്സിളവ് ലഭിക്കുന്നത്. ഈ ഒരു പ്രായത്തിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ 3 വർഷം ബാക്കിലേക്കും 5 വർഷം ബാക്കിലേക്കും ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രായപരിധി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. അടിസ്ഥാനപരമായിട്ട് ആദ്യത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ കേരളത്തിൽ ധാരാളമുണ്ട്. അവിടെ നിന്ന് SLCക്ക് തതുല്യമായ യോഗ്യതയിൽ പാസ്സായാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇനി എന്താണ് മറ്റ് യോഗ്യതകൾ എന്ന് ചോദിച്ചാൽ ആസ് യൂഷ്വൽ നമുക്കറിയാം SSLC പാസ്സായ ശേഷം നിങ്ങൾ നേടിയിരിക്കുന്ന ITA നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്, ഈ 2 സർട്ടിഫിക്കറ്റുകളാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ 2 സർട്ടിഫിക്കറ്റ് ഇതിൽ പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഹയർ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹയർ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരള ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചേക്കുന്നുണ്ട് തന്നെ അതിന്റെ ഹയർ ആയിട്ട് നമുക്ക് ഡിപ്ലോമയെ കൺസിഡർ ചെയ്യാൻ പറ്റും. NCVTയുടെ ഹയർ ആയിട്ട് നമുക്ക് ബിടെക്കിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ 2 യോഗ്യത വെച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയും ഇതിനോടകം നടന്ന എക്സാമിനേഷനുകൾ കേരള PSCയിൽ ഏതൊക്കെ യോഗ്യതകൾ ഇക്വലൻസി ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു. കോട്ടയത്തിന്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ മാനദണ്ഡത്തിൽ നോക്കുമ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകൾ നോക്കാം. അന്ന് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വന്നിട്ടുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റ് ടെക്നോളജി ഉണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ കൺട്രോളർ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. ബിടെക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇത്രയും യോഗ്യതകൾ ഇവിടുത്തെ ഒരു മാനദണ്ഡമായിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതിന് തതുല്യമായിട്ടുള്ള ഏത് യോഗ്യത ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ടെക്നോളജി എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളത് വിട്ടുകളയാൻ പാടില്ല. ഈ യോഗ്യത ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇനി ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അവസാനം നടന്ന ഈ ഒരു എക്സാമിനേഷന്റെ സിലബസിന്റെ ഔട്ട്ലുക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ കണ്ടന്റുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം നേരത്തെ നടന്നൊരു പരീക്ഷയുടെ ഹിസ്റ്ററി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയിൽ എങ്ങനെയാണ് സിലബസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നോക്കാം. അവസാനം കഴിഞ്ഞ പരീക്ഷയുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് മെഷർമെന്റ് സിസ്റ്റം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. രണ്ടാമതായിട്ട് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അടുത്തത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോൾസ് വരും. അതിനുശേഷം പവർ സോഴ്സസ് ആൻഡ് റിന്യൂവബിൾ എനർജി സിസ്റ്റം. അതിനുശേഷം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അടുത്തതായിട്ട് ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഡേറ്റ അക്വിസിഷൻ ആൻഡ് ടെലിമെട്രി, ബേസിക്സ് ഓഫ് ബയോമെഡിക്കൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് പ്രോസസ് കൺട്രോൾ. ഇത്രയുമാണ് ഒരു അടിസ്ഥാനപരമായിട്ട് വരുന്ന കണ്ടന്റുകൾ. ഇതൊരു ITA ലെവലിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത് എന്ന് ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്നിരുന്നാൽ പോലും നിലവാരമുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ തയ്യാറെടുക്കുന്ന രീതിയിൽ വേണം പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു നല്ല ഓപ്പണിംഗ് തന്നെയാണ്. പ്രത്യേകിച്ചും അധ്യാപന മേഖല അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ജോലി ചെയ്ത് പോകാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കൃത്യമായിട്ട്
കൃത്യമായിട്ട് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകണം. നമ്മുടെ മുമ്പിൽ എക്സാമിനേഷൻ വന്ന് നിൽക്കുകയാണ്, കുറച്ച് നാളുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയും. അതിന് ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജിയുടെ കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ കോഴ്സുകളൊക്കെ സിലബസ് ബേസ്ഡും സമയബന്ധിതമായിട്ടും തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് മുമ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിലബസ് മുഴുവൻ തീർക്കുന്നതിനും ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് കൃത്യമായിട്ട് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുന്നതിനും അതിലൂടെ തന്നെ നല്ല റാങ്ക് കരസ്ഥമാക്കുന്നതിനും കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർക്കാർ ജോലി ആശംസിക്കുന്നു. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.